ഈ ഇസ്രയേല് ഇറാൻ്റെ മേൽ കടന്നാക്രമണം നടത്തിയപ്പോൾ അവർക്കൊരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു. അത് ലോകത്തിനെ ധരിപ്പിച്ചത് ഈ ആണവായുധത്തിൻ്റെ പേരിലാണ്. പക്ഷെ ഇപ്പോൾ അതിനപ്പുറമുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് അവിടുത്തെ മതഭരണാധികാരിയെ ഖമീനിയെ കാത്തിരിക്കുകയാണ് ഇവർ. ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഖമീനിയെ തീർക്കുക. അപ്പോൾ ഒരു സംശയം, സദ്ദാം ഹുസൈൻ്റെ വിധി ആയിരിക്കുമോ ഇദ്ദേഹത്തിനും വരാൻ പോകുന്നത്? അത് തന്നെയാണ് ലക്ഷ്യം, അത് തന്നെയാണ് ലക്ഷ്യം, ഒരു സംശയമില്ല. ഈ അമേരിക്ക പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സത്യസന്ധതയില്ലാത്ത, ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത, ആർജവവും ഇല്ലാത്ത ഒരു രാഷ്ട്രമാണത്. ഇപ്പോൾ നോക്കൂ വിജയനാഥ്, ഇപ്പോൾ എങ്ങനെയാണ് യുദ്ധം മാറിയത്? അവിടെ ഒരു വിധത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ സൂര്യോദയം ഉണ്ടായതാണ്. ഇസ്രായേലിൽ തീർക്കേണ്ട ശത്രുക്കൾ, തീർച്ചയായിട്ടും തീർക്കേണ്ട ശത്രുക്കളായിരുന്നു ഹമാസും ഹെസ്ബോള്ളയും. അത് തീർത്തു കഴിഞ്ഞു. അവരിൽ നിന്നുകൊണ്ട് ഭീഷണി ഉണ്ടാവാത്ത രീതിയിലെല്ലാം തീർന്നു കഴിഞ്ഞ് അവിടെ നിർത്തേണ്ടതാണ്. ജനങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം കൊടുക്കേണ്ടതല്ലേ? അവിടെ ഇടപെടേണ്ടതാണ്. ഇപ്പോൾ വേറൊരു കാര്യം, ഇവരെ മുഴുവൻ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ തന്നെ അണിനിരത്തിക്കൊണ്ട് വന്നത് ഇറാനല്ലായിരുന്നു. ആയിക്കോട്ടെ, ഇറാനെ നേരിടേണ്ടത് ഇസ്രായേൽ അല്ല, ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമല്ല. ഇറാനിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്കയ്ക്കാണ് കഴിയുക, അമേരിക്കയാണ് നേരിടേണ്ടത്. അത് നേരിട്ട് വേണം. ഈ ഒളിയുദ്ധം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആദ്യം എന്താ പറഞ്ഞത്? അതാണ് ഞാൻ അമേരിക്കയുടെ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്, വളരെ ശക്തമായ തെളിവുകളോടുകൂടി തന്നെ. ആദ്യം അമേരിക്ക എന്താ പറഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ യുദ്ധം നടന്നത് എന്നാണ് പറഞ്ഞത്, അല്ലേ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു യുദ്ധം നടത്തിയ ഇസ്രായേലിനെ നിങ്ങളെന്തിനാ പിന്തുണയ്ക്കുന്നത്? പക്ഷെ 9 മാസമായിട്ട് ഇവർ ഇതിനകത്ത് ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ആണ് ഈ ഇസ്രായേലും ട്രംപ് ആയിരിക്കുമല്ലോ അതിന്റെ പിന്നിൽ. ഇസ്രായേൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഈ 9 മാസത്തിന് മുൻപ് ഈ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം. പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? നിങ്ങളുടെ ലോകത്തോട് പറയുമ്പോൾ സത്യം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. കള്ളം പറയരുത്. ഞങ്ങൾക്കിതിൽ പങ്കില്ല. നിങ്ങൾക്ക് ഉള്ളു പങ്ക്. നിങ്ങളുടെ തോളത്തിരുന്നു കൊണ്ടാണ് ശരിക്കും ഈ ഇസ്രായേല് ഇറാനിൽ ആക്രമണം നടത്തിയത്. നിങ്ങളുടെ അഷുറൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ തൊടാൻ പറ്റില്ല, ഇസ്രായേലിൽ തൊടാൻ പറ്റില്ല ഇറാനിലെ. അതാണ് സത്യം. ഇസ്രായേൽ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നൊരു ഭീതി അമേരിക്കയ്ക്കുണ്ട്. അവരുടെ കുഞ്ഞു ബേബി, ലിറ്റിൽ ബേബി ആയിട്ടുള്ള ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും. അതിനേക്കാൾ ഭീകരാക്രമണത്തിൻ്റെ ദുരന്തമനുഭവിച്ച ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൗഹാർദ്ദം അവർ കാണിച്ചോ? യുദ്ധസമയത്ത് പോലും ഒരു പിന്തുണ വാക്കാൽ പോലും നൽകിയോ? ഇപ്പം നോക്കിക്കോ, ഇറാനിന് എതിരെ ആക്രമണം നടത്തിയപ്പോൾ പടക്കപ്പലുകൾ, നാറ്റോ സഖ്യരാജ്യങ്ങളുടെ എല്ലാം പടക്കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ പരിസരങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് അവിടെ മുഴുവൻ വന്നിരിക്കുക. ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടി, ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭയപ്പെടുത്താൻ വേണ്ടി എൻ്റെയർ യൂറോപ്പും എൻ്റെയർ അമേരിക്കയും കൂടെ വന്നിരിക്കുക. എന്തൊരു വലിയ ഒരു സത്യം പറഞ്ഞ യുദ്ധ ഭീകരതയാണ് ഇവർ സൃഷ്ടിക്കുന്നത്. മനുഷ്യന് സമാധാനമായിട്ട് പശ്ചിമേഷ്യയിൽ താമസിക്കേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവാണ് ഇവർ ചെയ്യുന്നത്. അമേരിക്കയിലല്ല യുദ്ധം നടക്കുന്നത്, ബ്രിട്ടനിലുമല്ല, യൂറോപ്പിലുമല്ല, നമ്മുടെ പ്രദേശത്താണ്. നമ്മളാണ് ഇതിൻ്റെ ഇരകൾ. എന്തിന് യുദ്ധം വലിച്ചു നീട്ടിക്കൊണ്ട് ഇത്തരം ഭീകരമാക്കുന്നു? എന്തെല്ലാം ഐക്യരാഷ്ട്രസഭയല്ലേ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്? ഇറാൻ ഒരു ബോംബ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള ബോഡിയാണ് ഇപ്പോഴും ഐക്യരാഷ്ട്രസഭ. അതിലൂടെ ഇറാനെതിരെ സാങ്ഷൻ നിങ്ങൾക്ക് ഏർപ്പെടുത്താം, അതിനെ ഒറ്റപ്പെടുത്താം, എന്തെല്ലാം ചെയ്യാം. അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് പൂർണ്ണമായിട്ടും ഐക്യരാഷ്ട്രസഭ വഴി തരാം. അമേരിക്ക പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ വാങ്ങുന്നുണ്ട്, പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട്. അതിന് മുൻകൈ വരേണ്ടത് ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭ പിന്നെ ഒരു കഴിവില്ലാത്ത സംഘടനയാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും അത് നിയമാനുസൃതമായി വരണം. ഇറാഖിനെതിരെ കാണിച്ചത് ഇതുപോലൊരു തെമ്മാടിത്തരമാണ്. ഇറാഖിൻ്റെ അവിടുത്തെ ആ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ തൂക്കിക്കൊന്നു അമേരിക്കയ്ക്ക് ആരാധന തിട്ടോരം കൊടുത്തു. ഇനി അമേരിക്ക തന്നെ ഐക്യരാഷ്ട്രസഭയായിട്ട് അങ്ങ് അഭിനയിക്കുകയാണോ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അധികാരത്തിൽ വന്നത്, രൂപമെടുത്തത്. എന്നിട്ടിപ്പോൾ അതിനുള്ള ഫണ്ടെല്ലാം പിൻവലിച്ച് തങ്ങൾ തന്നെ ഐക്യരാഷ്ട്രസഭയായി ഞങ്ങളും അംഗീകരിക്കാൻ തയ്യാറില്ല. എന്നാൽ പിന്നെ നാളെ ഇന്ത്യക്കും ഇതുപോലെ ചെയ്യാമല്ലോ. ഇന്ത്യക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ഭീഷണി ഉണ്ടാവും എന്ന് പറഞ്ഞ് തുർക്കിയെ ഇപ്പോൾ ആക്രമിക്കാമല്ലോ. വിദൂരമായ തുർക്കി മിസൈൽ കൊടുത്തു. ഇനി ഈ മിസൈലുകൾ ഞങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് നേരെ തുർക്കിയയിലേക്ക് ആക്രമിക്കാൻ നിമിഷങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയും തുർക്കിയെ. നമുക്ക് നിമിഷങ്ങൾ മതി. അന്നേരം അമേരിക്ക പിന്നെ ഇന്ത്യയുടെ പക്ഷം നിൽക്കുമോ? അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്
ഇതൊരു തരം വഞ്ചനയാണ്. അല്ല, ഞങ്ങൾക്ക് ഇപ്പം ഇതിൽ പങ്കില്ല. ഈ ഖമീനി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. 86 വയസ്സുള്ള ഇദ്ദേഹം അതെ അതെ അതെ. ഇനി എങ്ങനെ ഇറാനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ സംരക്ഷിത വലയം, അതായത് യുദ്ധ കമാൻഡറെ വധിച്ചു, അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു, ഒടുവിൽ ഇദ്ദേഹം ബങ്കറിനുള്ളിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഗതി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഖമേനിയുടെ ദൈവരാജ്യം എന്നുള്ള സങ്കല്പത്തോടും അവിടുത്തെ മതഭരണത്തോടും എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവിടെ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന മറ്റ് മതങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിനോട് എനിക്ക് യോജിപ്പില്ല. ഇസ്ലാം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇസ്ലാമായിട്ട് മാറിയതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, ഒട്ടും യോജിപ്പില്ല. അത് വ്യക്തമായിട്ട് തന്നെ ധരിച്ചുകൊണ്ട് തന്നെയും ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയും പറയുകയാണ്, ഈ ഖമേനിയെ വധിക്കാനുള്ള ഒരു അധികാരം അമേരിക്കയ്ക്കില്ല. അമേരിക്ക ഇല്ല എന്നുള്ളത് തന്നെയാണ് 100% ഞാൻ ഇപ്പോഴും പറയുന്നത്. എന്താണ് കാര്യം? ഇത് ചെയ്യേണ്ടതിനാണ് ഐക്യരാഷ്ട്രസഭ നമ്മൾ രൂപവൽക്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലുണ്ട്. അതിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു യുദ്ധക്കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. ഇസ്രായേലിനാകട്ടെ അമേരിക്കക്കാകട്ടെ ഒരു വ്യക്തിയെ കൊല്ലാനുള്ള അധികാരങ്ങളില്ല. അവർക്ക് ഭീഷണിയാവുന്ന ആറ്റം ബോംബുള്ള ഒരു രാജ്യത്തിനെയും ആക്രമിക്കാൻ അധികാരമില്ല. നിങ്ങളുടെ രാജ്യത്ത് തീവ്രവാദത്തിൻ്റെ ഒരു പ്രസരം ഉണ്ടാക്കുന്ന രാഷ്ട്രമാണെങ്കിൽ അതിനെ ആക്രമിക്കാനാണ് ഐക്യരാഷ്ട്രസഭ ഓരോ രാഷ്ട്രത്തിനും അധികാരം കൊടുത്തിട്ടുള്ളത്. അതാണ് ഇന്ത്യ ചെയ്തത്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെയ്തത്. അത്രത്തോളം ശരി, അതിനെ ഞാൻ ശരിവയ്ക്കുന്നു. അങ്ങനെയാണ് അബത്തബാദിൽ പോയി ഉസാമ ബിൻ ലാദനെ അമേരിക്കൻ മെറീനേഴ്സ് കൊന്നത്. മെറീനേഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെന്നല്ലേ അർത്ഥമുള്ളൂ. അവർ കൊന്നത് ആരുമൊന്നും പറയാഞ്ഞതും അതുകൊണ്ടാണ്. അതെല്ലാം ശരി, അമേരിക്ക ചെയ്തു, 100% ശരി, ഒരു സംശയമില്ല അതിന്. അവരത് ചെയ്തു. പക്ഷേ ഖമേനിയെ ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ തകർക്കും. വിജയനാഥ് തന്നെ പറ. ഇപ്പം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന എലി എന്നാണ് ഖമേനിയെ അമേരിക്ക പരിഹാസ രൂപത്തിൽ പറയുന്നത്. പറയൂ, ഖമേനി ഇറാനോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, ഇറാനിലെ ജനങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയോടോ ഇസ്രായേലിനോടോ അദ്ദേഹം ചെയ്ത തെറ്റെന്താ? വിജയനാഥ് പറയും. ഇവരിങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി, ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെടാൻ വേണ്ടി എന്തു തെറ്റാണ്? അല്ല, അവർ മുമ്പോട്ട് വെച്ചത് ഈ ആണവായുധം ഉണ്ടാക്കുന്ന ലോകത്തിൽ ആരാ പറയാൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയോ സെക്യൂരിറ്റി കൗൺസിലോ? ഹൂ ആർ ദേ? അങ്ങനെയുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. നോർത്ത് കൊറിയയ്ക്ക് ഉണ്ടല്ലോ ഈ കരാറിൽ ഒപ്പിടാതെയുള്ള ന്യൂക്ലിയർ ബോംബ്. നോർത്ത് കൊറിയയ്ക്കുണ്ട്. അവരുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഈ കരാറിൽ ഒപ്പിട്ടോ? എന്തേ പാകിസ്ഥാനെ അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നത്? എന്തേ ഇറാനോട് മാത്രം വിവേചനം കാണിക്കുന്നത്? ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ടോ? ഇന്ത്യയെ ആക്രമിച്ചോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലും ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഭീഷണി മുഴക്കിയോ? അല്ല, പിന്നെ ഇറാനെ മാത്രം വേർതിട്ട് എന്താ കാര്യം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറാനെ മാത്രം വിവേചനം. അല്ല, ഈ ഇറാനോടുള്ള ഒരു പകയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ രംഗത്തിറക്കിയതിൻ്റെ പിന്നിൽ അവർ തന്നെയാണ്. അപ്പം ഇറാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ജൂതന്മാരെ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം എന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടായിട്ട് ഈ ഖമീനി തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്. ശരി, അങ്ങനെയും പറഞ്ഞോട്ടെ. അത് ആ ഒരു പകയായിരിക്കാം ഇതിനകത്ത് ഉണ്ടാകുന്നത്. ശരി, അത് ഞാൻ വാദത്തിന് വേണ്ടി അത് ഞാൻ സമ്മതിച്ചു. ജൂതന്മാരെ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇസ്രായേലിനെ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അറബ് രാജ്യങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവിടെ കഴിയാൻ ഇസ്രായേൽ ഉള്ളത് മൂലം കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനോട് ഞാൻ ഖമേനി പറഞ്ഞുകൊണ്ട് 100% അതിനെ ഞാൻ എതിർക്കുന്നു, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമേരിക്കയോട് എന്ത് തെറ്റാ ചെയ്തത്? ഇസ്രായേലിനോട് തെറ്റ് ചെയ്തു. അവരന്ന് ആക്രമിക്കുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായി. അമേരിക്കയോട് എന്ത് തെറ്റാണ് ഇറാൻ ചെയ്തത്? അമേരിക്ക എന്നും ഇസ്രായേലിന് താങ്ങും തണലുമാണല്ലോ. ഇസ്രായേലിനെ താങ്ങാൻ വേണ്ടി. ഇസ്രായേലിന് താങ്ങും തണലുമാണല്ലോ. താങ്ങും തണലും. അമേരിക്കയിലുണ്ടല്ലോ എത്ര ശതമാനം ജൂതന്മാരുണ്ടല്ലോ. അതെ, അമേരിക്ക പറയുന്നത് പോലും കേൾക്കാതെ കൊണ്ട് അവിടെയുള്ള അഭയാർത്ഥികൾക്ക് നേരെ വരെ മിസൈലുകൾ പ്രയോഗിച്ചു കൊന്ന അനുസരിക്കാത്ത കുട്ടിയായിട്ടുള്ള ഇസ്രായേലിനെ ഇപ്പോൾ പിന്തുണയ്ക്കേണ്ട ആവശ്യം എന്താണ് അമേരിക്കയ്ക്ക്? ഇതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ പിന്തുണയ്ക്കേണ്ടത് ശരിയാണ്. ഇതുപോലെ ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അടിയുണ്ട്. അതിപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി, ചില കാര്യങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഞങ്ങൾ തീർക്കും, അദ്ദേഹത്തിനെ ഞങ്ങൾ കൊല്ലും എന്ന് പറയാനുള്ള ആ ഒരു അവകാശം അമേരിക്കയ്ക്കില്ല. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആ കാര്യമാണ് ഞാൻ ചോദിച്ചത്.
അമേരിക്കയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഭീകരാക്രമണം നടത്തിയോ? അമേരിക്കയിലേക്ക് ഏതെങ്കിലും ഈ പാകിസ്ഥാൻ അയക്കുന്നത് പോലെ അൽ ഖ്വയ്ദ തുടങ്ങിയ പോലുള്ള ഭീകര സംഘടനകളെ ഇറാൻ അയച്ചിട്ടുണ്ട്? ഇതിനാണ് ഞാൻ ഉത്തരം ചോദിക്കുന്നത്. പിന്നെന്തിനാണ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത്? നിങ്ങൾ പറയുന്നു ആറ്റം ബോംബ് ഉണ്ടാക്കുക, അതാണ് അവർ പറയുന്ന കാരണം. ആറ്റം ബോംബ് ഡെവലപ്പ് ചെയ്യുന്നു, അതിപ്പോൾ 83% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇതുപോലെ പറഞ്ഞായിരുന്നു സദ്ദാം ഹുസൈനെ കൊന്ന്. അവിടെ രാസായുധം ഉണ്ടെന്നും. വേറെ ഒരു രാജ്യത്തിന്, ചൈനയ്ക്കൊന്നും രാസായുധമില്ല. എന്നാൽ നിങ്ങൾ ഷീ ജിൻപിങ്ങിനെ എന്താ കൊല്ലാത്തത്, തൂക്കിക്കൊല്ലാത്തത് വിചാരണ ചെയ്തിട്ട്? ചുമ്മാ ഇരട്ടത്താപ്പാണെന്നേ. ഇത്രയേ ഉള്ളൂ. ആ ഒരു രാജ്യം അമേരിക്കയ്ക്ക് നേരെ, അറബ് ലോകത്ത് അമേരിക്കയ്ക്ക് നേരെ നട്ടലോടെ നിൽക്കുന്നു. അതുതന്നെയാണ് സദ്ദാം ഹുസൈനും അമേരിക്കയ്ക്ക് നേരെ നട്ടലോടെ നിൽക്കുന്നു. അങ്ങനെ ഒരാളെ വേണ്ട. ഇങ്ങനെ തിരുവായ്ക്ക് എതിർവായില്ല എന്നും വിചാരിക്കുന്ന രാജ്യങ്ങൾ മതി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തിരിച്ചടി നേരിടാൻ പോവുകയാണ് അമേരിക്ക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ സൗദി അറേബ്യ, നേരത്തെ തന്നെ ഖത്തർ, അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിലെ അംഗമായ തുർക്കി, ഇവരെല്ലാം ഇറാനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനോടൊപ്പം ശക്തമായിട്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളും. അവരിപ്പോൾ തൽക്കാലം ശ്രമിക്കുന്ന ഒരു യുദ്ധത്തിനല്ല, ഒത്തുതീർപ്പിന് വേണ്ടിയാണ്. പക്ഷേ ഈ അമേരിക്കയുടെ നയങ്ങളെ അവരെതിർക്കുകയാണ്. ഇനി പിന്നെ ഇസ്രായേൽ എത്ര വിചാരിച്ചാലും ഇറാൻ്റെ ഈ ആണവ പദ്ധതി തകർക്കാൻ പറ്റില്ല. കാരണം അത് ഫോർസ് എന്ന് പറയുന്ന സ്ഥലത്തെ പർവ്വത നിരകൾക്കുള്ളിലുള്ള ഏതാണ്ട് 200 മീറ്റർ ആഴത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ഇപ്പോൾ കയ്യിലുള്ള ഒരൊറ്റ ബോംബ് ഉപയോഗിച്ചു അതിനെ തകർക്കാൻ പറ്റില്ല. വേണ്ടത് ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളാണ്. ബങ്കറിനുള്ളിലേക്ക് കയറി പിന്നെ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന ബോംബുകൾ കൊണ്ടേ തകർക്കാൻ കഴിയും. അത് തകർക്കാൻ ഇസ്രായേലിനെ കൊണ്ട് പറ്റില്ല. അത് അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. ആ ബോംബ് വാങ്ങിച്ച് ആക്രമിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും വിജയനാഥ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യയുടെ താല്പര്യം നമ്മൾ നോക്കണം. അവർ നേരെ അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാൻ മിസൈലില്ല, ഇവിടെ ഡ്രോണുകളുമില്ല. അവർ നേരെ ചെയ്യുക. നമ്മുടെ UAE-യിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, അതുപോലെ ഖത്തർ, ബഹ്റൈൻ, അങ്ങനെ രാജ്യങ്ങളിൽ സൈനിക ക്യാമ്പുകളുണ്ട്. അവർക്ക് നേരെ ആക്രമണം നടത്തും. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള ഈ പ്രദേശങ്ങളിൽ, അതായത് ഗൾഫ് മേഖലയിൽ, ഒരു കുവൈറ്റിന് നേരെ ഇറാഖ് ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ കണ്ടാണല്ലോ. അതുപോലൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അമേരിക്കൻ മണ്ണിന് ഒരു നാശമൊന്നും സംഭവിക്കില്ല. അമേരിക്ക സുരക്ഷിതമായിട്ടിരിക്കും, ബ്രിട്ടൻ സുരക്ഷിതമായിരിക്കും, എൻ്റെയർ യൂറോപ്പ് സുരക്ഷിതമായിട്ടിരിക്കും. നമ്മളാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ തമ്മാടിത്തരത്തിന്, അഹങ്കാരത്തിന്. ഒരു വിധത്തിൽ പശ്ചിമേഷ്യ സമാധാനം വന്നു, ശരി. ഹമാസിനെ ഒതുക്കിയതും നല്ല കാര്യം, ഹെസ്ബോളയെ ഒതുക്കിയതും ഊതികളെ ഒതുക്കുന്നതും, ഒതുങ്ങിയിട്ടില്ലവർ, ഇത് നല്ല കാര്യം തന്നെ. പക്ഷേ യുദ്ധം ഇങ്ങോട്ട് കയറി വന്ന് ഇറാനിൽ കൊണ്ട് നടത്തിയിട്ട് നമ്മളിത് അനുഭവിക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ ഒരു തുള്ളി ചോര പോലും അമേരിക്കയിൽ പൊടുകയില്ല. അങ്ങനെ ഓസിനുള്ള ഒരു യുദ്ധം നടത്തിക്കൊണ്ട് അവിടെ ഒരു കുഴപ്പമുണ്ടാക്കുക. ഇപ്പോൾ വരാൻ പോകുന്ന പഹ്ലാവി എന്ന് പറയുന്ന റഹ്സ പഹ്ലാവി, ഞാൻ പറഞ്ഞത് പഹ്ലാവി ഷാ ഓഫ് ഇറാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഷാ ഓഫ് ഇറാൻ. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായിട്ടുള്ള റഹ്സ പഹ്ലാവി ഇപ്പോൾ ഒന്ന് അധികാരത്തിൽ വന്നാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ ഖൊമൈനി ഒരു ഭീരുവാണ്, അതുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെളി വന്ന അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിരഹസ്യമായിട്ട് എവിടെ ഉള്ളതെന്ന് അറിയാം, പക്ഷേ കൊല്ലാൻ പറ്റാത്തൊരവസ്ഥയിലാണിപ്പോൾ അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇയാളെ കൊല്ലും. ഈ 53 വയസ്സ്, എത്ര വയസ്സാണുള്ളത്? 86 വയസ്സ്. 86 വയസ്സുള്ള വൃദ്ധനെ കൊന്ന് എന്ത് മനുഷ്യാവകാശം എല്ലാം കൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ, അന്തസ്സായിട്ട് അറസ്റ്റ് ചെയ്യൂ. വിചാരണ ചെയ്യത്തക്ക യുദ്ധക്കുറ്റങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ പല സംഘടനകളും ചെയ്യും, ഇറാൻ്റെ പേരിൽ പല സംഘടനകളും, ഷിയാകളുടെ പേരിൽ ചെയ്യും. അമേരിക്ക ചെയ്തത്രയും യുദ്ധക്കുറ്റങ്ങൾ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്? നാഗസാക്കി, ഹിരോഷിമ തുടങ്ങിയ രാജ്യങ്ങളിൽ നടത്തിയ ബോംബ് സ്ഫോടനം, ആറ്റമിക് ബോംബ് സ്ഫോടനം, കുട്ടികളെ ഉടപ്പടെ ചുട്ടുകൊന്ന മഹാപാതകം ചെയ്ത് അവരെയല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. അന്താരാഷ്ട്ര നിയമങ്ങൾ, ജനീവ കരാർ, ഇതൊന്നും നിങ്ങൾ കയ്യിലെടുക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അധാർമികമായിട്ടുള്ള യുദ്ധമാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയുടെ മണ്ണിൽ നടത്തുന്നത്, മധ്യ ഏഷ്യയുടെ മണ്ണിൽ നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.